ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഓപ്പണിങ്ങിൽ തന്നെ ഒരു പോസിറ്റീവായിട്ട് ഓപ്പൺ ആയിട്ട് നെഗറ്റീവ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഒരു ഫെബ്രുവരി ട്രേസിൽ, അതായത് മുകളിലേക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പാണ്. ഇതിൻ്റെ ഓൾറെഡി ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നിന്നാർന്ന്. പിന്നെ ഇത് 261 ആണ് നമ്മുടെ മാക്സിമം പോയിൻ്റാണ്. അതിന് സ്മോൾ സ്റ്റോപ്പിൽ നമ്മൾ വയ്ക്കാറുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതായത് 2 ആഴ്ച അപ്പുറത്തോളം എക്സ്പയറി വാങ്ങി ബൈ ചെയ്ത് ഹോൾഡ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇന്നലത്തെ സൈസ് വെച്ചിട്ട് ഇന്നലെ ടോപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നോക്കിയത്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് അല്ല, ടാർഗറ്റ് 26,100 വരെ വരും. അത് തന്നെ 100 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഏരിയ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഫെബ്രുവരി ട്രേസിന് അതിൻ്റെ അടുത്തേക്ക് കയറ്റി വയ്ക്കണം. ഈ ഫുൾ സൈസിൻ്റെ 32% നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ടാർഗറ്റ് അത്ര വെക്കാറുള്ളൂ. ഇവിടെ വരെ പോയിട്ടും തിരിച്ചു വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ടാർഗറ്റ് കഴിഞ്ഞ് ഇനി ആരും വാങ്ങി ഹോൾഡ് ചെയ്യേണ്ടതെന്ന് കീഴിൽപ്പെടുത്തില്ല. ഇന്ന് ഓപ്പൺ ആയത് മുകളിലാണ്. മുകളിൽ നിന്ന് വാങ്ങിയവരാണെങ്കിൽ ഇന്ന് തന്നെ ഒരു 100 പോയിൻറ്റിനടുത്ത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്പണിങ് ടൈമിൽ വാങ്ങിയാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇപ്പോൾ ആരൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. ഓപ്പൺ ആയതിന് ശേഷം നോക്കിയാലും ഉണ്ട്. ടോപ്പിൽ നിന്ന് വാങ്ങിയവരാണെന്ന് 160 പോയിൻറ്റോളം വന്നിട്ടുണ്ടാവും. അതിപ്പോൾ ടോപ്പ് ഏതാണെന്ന് ആർക്കും അറിയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഏരിയ മാത്രം വെച്ച് നോക്കിയാൽ തന്നെ 100 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയ അല്ല. ഞാൻ നോർമലി ഇത്രേ ടാർഗറ്റ് വെക്കാറുള്ളൂ ഹയർ ടൈം ഫ്രെയിമിലാവുമ്പോൾ. ഇനിയിപ്പോൾ അതൊന്നും കൂടി കയറിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ താഴ്ത്തേക്ക് വരണോണ്ട് പ്രശ്നമൊന്നുമില്ല ഇതുമേ. പിന്നെ മൊത്തം സ്ട്രക്ചറിൽ നമുക്ക് 26,500 വരെ നമ്മൾ ടാർഗറ്റ് ഊഹിക്കുന്നത് ഈ ഒരു ഇത് സസ്റ്റെയിൻ ചെയ്താൽ. ഇതിപ്പോൾ ഒരു തേർഡ് വേവാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് ശേഷം ഇതൊരു ഫോർത്ത് വേവ് ആണ്. ഫോർത്ത് വേവ് ABC എന്ന രീതിയിൽ വരാറുണ്ട്, ഈ ഒരു ഏരിയയിലേക്ക് വരാറുണ്ട്. ഈ 26,300 അല്ലെങ്കിൽ 26,260 എന്ന് പറയുന്ന റേഷ്യോ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം താഴ്ത്തി പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ അത് കണ്ടിന്യൂഷൻ കിട്ടാനുള്ള വഴിയുണ്ട്. 38% ആണ് മിനിമം ടാർഗറ്റ്. അത് മിനിമം കറക്ഷൻ പറയുന്നത് ഏതൊരു ട്രെൻഡിൻ്റെയും 38% വന്നാൽ മതി ബുൾ റാലിയുടെ ഈ തേർഡ് വേവിൻ്റെ കേട്ടോ. വേറെ പാറ്റേണുകൾക്ക് പലതും പല ടൈപ്പ് ഉണ്ട്. 78, 61, 50 വന്ന് നിൽക്കണമെന്ന് കൺഫേം ആയിട്ട് വരണം എന്നുള്ള പാറ്റേണുകളുണ്ട്. ഈ ഒരു പാറ്റേൺ ഇത്രേ വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നാളെ ഈ ഒരു പോയിൻ്റ് ഓവർ ക്രോസ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കയറിപ്പോവും. പ്രത്യേകിച്ച് ഈ ഒരു 1 മിനിറ്റ് കണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ബേസ്മെൻറ്റാണ്. കണ്ടാൽ ഒരു തിക്ക് ബേസ്മെൻറ്റാണ് അവിടെ വന്നിരിക്കുന്നത്. റിജക്ഷൻ വരാണിച്ചെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ കുറച്ചും കൂടി ഒരു ബേസ്മെൻ്റ് എടുത്ത് 200 കൂടെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഒരു 78% റീടെസ്റ്റും കഴിഞ്ഞ് ആണ് നിൽക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. ഇവിടെ കറക്റ്റ് അതിൻ്റെ സെക്കൻഡ് വേവ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് മോഡാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് മുകളിൽ ഒരു ക്യാൻഡിലൊക്കെ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പാർക്ക് ചെയ്ത് 26,300 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യണവരെ ഈ ഒരു 26,250 ബ്രേക്ക് ചെയ്യണവരെ കാര്യമായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവുക ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അത് പോയാലും നമുക്ക് ടോപ്പ് ക്രോസ് ചെയ്യുന്നില്ല. ഇവിടുന്ന് റിജക്ഷൻ പോയിൻ്റാണ്. വീണ്ടും ഇവിടുന്ന് താഴെ വന്നിട്ട് കയറിയാൽ മാത്രമേ അടുത്ത സെഗ്മെൻറ്റ് കിടക്കുള്ളൂ. ചിലപ്പോൾ ഇതുപോലെ പോയിട്ട് വീണ്ടും റിവേഴ്സിൽ വരാം, അല്ലെങ്കിൽ ഈ ഒരു നിൽക്കുന്ന നിൽപ്പിൽ തന്നെ താഴ്ത്തി വരാം. ശരിക്കും പറഞ്ഞാൽ നാളെ പ്രത്യേകിച്ച് ട്രേഡൊന്നും പറയാനില്ല. ഞാൻ താഴത്തെ വ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. മുകളിലേക്ക് ഇവിടുന്ന് സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ വരാം. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ലൊരു റിജക്ഷൻ ഏരിയ ആയിരിക്കും. നേരെ കയറുകയാണെങ്കിൽ റിവേഴ്സൽ ട്രേഡൊക്കെ എടുക്കാൻ സുഖമുള്ളതാണ്. ഏകദേശം ഈ ഒരു 200 എത്തുമ്പോൾ വേണമെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാം. 26,300 പുട്ട് ഓപ്ഷൻ എടുക്കാം. ഏകദേശം സ്റ്റോപ്പ് ലോസ് 26,346 വയ്ക്കാം. ഇതേ ഡയറക്ഷനിൽ കയറി പോയാട്ടെ, ഇവിടെ താഴെ വന്നിട്ട് കയറിയല്ല, ഇതേ ഡയറക്ഷനിൽ കയറിയിട്ട് നാളെ 26,300 എത്താണെന്നുവെച്ചെങ്കിൽ ട്രേഡ് നേരെ താഴത്തേക്ക് എടുക്കാം. ഏകദേശം ഇവിടുന്ന് 10-40 പോയിൻറ്റോളം താഴത്തേക്ക് വരും. അടുത്ത മണിയൊക്കെ എടുക്കാൻ ചെയ്ത് തന്നെ 25 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് കിട്ടും. കാരണം അത്യാവശ്യം ആ ബേസ്മെൻറ്റിന് അങ്ങനെ ഒരു പവർ ഇല്ല മുകളിലേക്ക് പോവുകയാണെന്നുവെച്ചെങ്കിൽ 26,300, 350 അവിടെ ഈ ഒരു ഏരിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാവുന്നതാണ്. അത്രയുള്ള എൻ്റെ പരിപാടി നാളത്തെ. ഇനിയിപ്പോൾ നാളെ അധികം താഴ്ത്തേക്ക് വരുമ്പോൾ താഴ്ത്തി വരാൻ സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ നേരെ താഴ്ത്തി വരേണ്ടതാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ വന്ന്
ഈ ഒരു എഡ്ജ് എത്തിയ ശേഷം തിരിച്ച് താഴ്ത്തി വന്ന് വീണ്ടും 50-ലൊക്കെ വരാം. ഇത് ടോട്ടൽ സൈസിൽ ഒരു സിഗ്സാഗ് ആവാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അതായത് താഴെ നിന്ന് തുടങ്ങിയ വലിയ ടൈം ഫ്രെയിമിൻ്റെ 1 ഹവറിൻ്റെ ടൈം ഫ്രെയിമിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ ഇതൊരു തേർഡ് വേവ് കഴിഞ്ഞ് 38 കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒരു സിഗ്സാഗ് മോഡ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓവർ ക്രോസ് ചെയ്ത് നിൽക്കുന്നത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് തിരിച്ചു വന്നിട്ട് ഈ 25-700 വരെയൊക്കെ വരാം. ഈ ഒരു ടോപ്പ് ബോട്ടം ക്രോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വരെ വരാം. ശേഷം ആവാൻ കയറി പോകുന്നത്. പക്ഷെ മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷാണ്. കൂടുതൽ വേരിയേഷൻസ് ഒന്നും വരില്ല. പ്രത്യേകിച്ച് ഈ 1 മിനിറ്റ് ക്യാൻഡിലുകളൊന്നും ഇത്രയധികം വേരിയേഷൻ വരില്ല. 1 അവർ ക്യാൻഡിലുകളിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരിയൊക്കെ വരാം. പക്ഷേ 1 മിനിറ്റിൽ ഇപ്പോൾ കണ്ടിടത്തോളം ഹൈ പവറിലാണ് നിൽക്കുന്നത്. വോളട്ടിലിറ്റി കൂടുതലാണ് 1 മിനിറ്റിൽ വരുന്നത്. 1 മിനിറ്റ് നമ്മൾ ടോട്ടലി യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇങ്ങനത്തെ സ്ട്രക്ചറുകൾ വരും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നിലവിൽ നാളെ ഓപ്പൺ ആവുന്നത് ഈ ഒരു ഭാഗത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് കയറുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ കോൾ കിട്ടും. പിന്നെ ഉള്ളത് ആ ഒരു മാർക്കറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് കിട്ടത്തുള്ളൂ. ഇത് ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് കയറിയാൽ വീണ്ടും പമ്പിങ് ആയിരിക്കും. അതിന് കുറച്ചധികം ക്രൈറ്റീരിയ ഉണ്ട്. ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറി വീണ്ടും റീടെസ്റ്റ് കൂടി കിട്ടിയാൽ മാത്രമേ കണ്ടിന്യൂഷൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി ഈ ബോട്ടം വിട്ട് കുറച്ചും കൂടി താഴത്തേക്ക് വരാം. ഈ ടോട്ടൽ സ്ട്രക്ചർ ABC എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അത് നാളെ അറിയുള്ളൂ. ഒറ്റ ട്രേഡും കൂടെ ഇപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഇതിൽ നിന്ന് പറഞ്ഞ ഒരു പുട്ട് ഓപ്ഷൻ മാത്രം സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് വെച്ചിട്ട് 26,350 മുകളിൽ വെച്ചിട്ട്. അപ്പോൾ നാളേക്ക് ഇത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി.